ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, വളർന്നെന്ന് കരുതുന്ന വളരാത്ത വിഡ്ഢികളുണ്ട്. വളരാത്തവരാണ്, പക്ഷെ അവരുടെ മനസ്സിലിരിക്കുന്നത് അവരാണ് ഏറ്റവും വളർച്ച പ്രാപിച്ച വ്യക്തികളെന്ന്. അങ്ങനെ മിഥ്യയുടെ ലോകത്ത് വ്യർത്ഥാഭിമാനികളായി കഴിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഒരു കാരണവശാലും നമ്മൾ ആ ഗണത്തിൽ പെടരുത് എന്നുള്ള ആ ഒരു സന്ദേശം ദൈവവചനം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ വളർന്നതിൻ്റെ ചില സൂചനകളുണ്ട്, വളരാത്തതിൻ്റെ ചില സൂചനകളുണ്ട്. അവ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു സ്ത്രീ ദേഷ്യത്തോടെ അവർ സംസാരിച്ച ഒരു കാര്യം, ഞാൻ ആവശ്യത്തിലേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവത്തിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല? ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല, എൻ്റെ ഒരാളുടെ ജോലി കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അത്ര എളുപ്പമല്ല, മക്കളുടെ ഫീസ്, പഠനം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ കാര്യം ദൈവം ഭംഗിയായിട്ട് നടത്തി തന്നില്ല? അതായിരുന്നു അവരുടെ വാദം. ഞാൻ അവരോട് സൂചിപ്പിച്ച ഒരു കാര്യം, പരിശുദ്ധ കന്യാമറിയം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് 7 വ്യാകുലവാൾ അവളുടെ ചങ്കിൽ കയറിയത്? പരിശുദ്ധ കന്യകാമറിയം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അത്രയും വലിയ സഹനം ഏറ്റെടുക്കേണ്ടി വന്നത്? യേശുക്രിസ്തുവിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പലരും നോക്കി, ആർക്കെങ്കിലും വിജയിക്കാൻ പറ്റുമോ? പക്ഷേ അവൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവനെ കണ്ടാൽ പോലും തിരിച്ചറിയില്ലായിരുന്നു. അതുപോലെ അവനെ വിരൂപനാക്കി. ഇനി അത് തെറ്റ് ചെയ്തിട്ടാണോ, പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ? അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ഇവളുടെ ആ ഒരു അവസ്ഥ അംഗീകരിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അവളുടെ ജീവിതത്തിലും സാഹചര്യത്തിലും ഇടപെടാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവളുമായിട്ട് പങ്കുവെച്ചത് പോലും. നമ്മളിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ മിഥ്യയുടെ ലോകത്താണ്. യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട് അവർ വിസമ്മതിച്ച് മിഥ്യയുടെ ലോകത്ത്, അങ്ങനെയുള്ളവർ വ്യർത്ഥാഭിമാനികളാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു ഉട്ടോപ്യൻ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടുള്ള കാര്യം, നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നിട്ട് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് മനസ്സ് കാണിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അവരുടെ പ്രാർത്ഥന, ദൈവാശ്രയത്വം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫലമണിയുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാമത്തെ വചനം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ശിമയോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മറിയത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഒരു വാള് നിൻ്റെ ഹൃദയത്തെ ഭേദിക്കും. ഇത് മറിയം പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ അവളുടെ മേലുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യമാണ്. എന്നിട്ട് മറിയത്തിന് എന്തെങ്കിലും നഷ്ടം വന്നോ? ഇനി അങ്ങനെ ഒരു കാര്യം, അതിനെ ജീവിതം വിട്ടുകൊടുത്തത് കൊണ്ട് ലോകത്തിനുണ്ടായ നേട്ടം എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യേശുവിൻ്റെ കാര്യമാണെങ്കിലും 2 കൊരിന്തോസ് 8-ാം അധ്യായം 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സകലത്തിൻ്റെയും ഉടയവനായവൻ, അതാണ് യേശു ക്രിസ്തു. സകലത്തിൻ്റെയും ഉടയവൻ എന്തായി തീർന്നു? നമുക്ക് വേണ്ടി ദരിദ്രനായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തിട്ടാണ് ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോവുക. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നടന്ന വഴിയെ എൻ്റെ ശിഷ്യർ നടക്കണം, ഞാൻ കുടിച്ച പാനപാത്രം അവർ കുടിക്കാനായിട്ട് തയ്യാറാകണം, അപ്പോഴാണ് എന്നോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിയുക. 2 തീമോത്തി 2-ാം അധ്യായം 11-12 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യമല്ലേ കാണുക? എന്നോടൊപ്പം സഹിച്ചു മരിക്കുന്നവർ എന്നോടൊപ്പം ഉയർത്ത് നിത്യമായിട്ട് വാഴും. ഇനി അതിന് ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 24 അതിൻ്റെ 4-ാമത്തെ വചനം, അതുപോലെ തന്നെ സങ്കീർത്തനം 15 എടുത്താലും അതിന് 5 വചനങ്ങളേ ഉള്ളൂ. ഈ 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ആർക്കാണ് ദൈവത്തിൻ്റെ മല കയറാൻ പറ്റുക? ആ മല കയറി ദൈവം നമുക്കായി ഒരുക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കുചേർന്നാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അത് യെശയ്യാ 25:6 മുതൽ വായിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഒരുക്കിയ ആ വിരുന്ന് മലമുകളിലാണ്. ഈ മല കയറിയാൽ, ആ വിരുന്നിൽ പങ്കെടുത്താൽ നിൻ്റെ സകല കണ്ണീരും തുടച്ചു മാറ്റപ്പെടും, നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. വിഭവസമൃദ്ധമായിട്ടുള്ള ആ ഒരു വിരുന്നിൽ നിനക്ക് പങ്കുചേരുവാൻ സാധിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനം 24:4 എടുത്താൽ, കളങ്കമറ്റ കൈകൾ നമുക്കുണ്ടാകണം. രക്തപങ്കിലമായ കരങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തത്തില്ല. യെശയ്യാ 1-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, നിന്നെ തന്നെ കഴുകി വൃത്തിയാക്കുക. ആ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ കൈ ഉയർത്തിയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ലെന്ന്. 2-ാമത്തെ കാര്യം, നിർമ്മലമായ ഹൃദയം. ഹൃദയം നിർമ്മലമല്ല,
ഹൃദയം കളങ്കമറ്റതാണെങ്കിൽ നമുക്ക് ഈ മല കയറാനോ ആ വിരുന്നിൽ പങ്കുചേരാനോ സാധിച്ചെന്ന് വരില്ല. മൂന്നാമതൊരു കാര്യം, മിഥ്യയിൽ പതിക്കാത്ത മനസ്സ്. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മിഥ്യയിലല്ല നമ്മുടെ മനസ്സ് പതിക്കേണ്ടത്, ദൈവത്തിൽ പതിക്കണം. യാഥാർത്ഥ്യം അംഗീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള അഭിഷേകം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഈ മല കയറാൻ പറ്റും, വിരുന്നിൽ പങ്കുചേരാൻ പറ്റും. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 14:12, വെളിപാട് 3:17. മിഥ്യാബോധത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിയാൻ പറ്റും. നീ വിചാരിക്കുന്നു നീ ധനികനാണെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ നീ ദരിദ്രനാണ്. നീ വിചാരിക്കുന്നു ഇതാണ് ശരിയായ വഴി, പക്ഷെ അത് നിന്നെ മരണത്തിലേക്ക് നയിക്കുന്ന വഴിയായിരിക്കും. അപ്പോൾ അവിടെ അവരബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഈ വളരാത്തതിൻ്റെ ചില സൂചനകൾ പെട്ടെന്ന് ഞാനെന്ന് പറയുമ്പോൾ അതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. വളരാത്തവർക്കും വേണമെങ്കിൽ ചിന്തിക്കാം, ഞാനാണ് ഏറ്റവും വളർന്ന വ്യക്തിയെന്ന്. സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നത് വളരാത്തതിൻ്റെ സൂചനയാണ്. അത് 1 കൊറിന്തോസ് 9:16 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചാലും ഞാൻ വൻകാര്യങ്ങൾ ചെയ്താലും അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല. ദുരഭിമാനം, മത്സരബുദ്ധി, ഇതൊക്കെ വളരാത്തതിൻ്റെ സൂചനയാണ്. അത് ഫിലിപ്പിയർ 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ വായിച്ചാൽ, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ ഞാൻ വളരേണ്ട പോലെ വളർന്നിട്ടില്ല. ആത്മപ്രശംസ, വ്യർത്ഥാഭിമാനം, ഇത് വളരാത്തതിൻ്റെ സൂചനയാണ്. 1 കൊറിന്തോസ് 5:6, സുഭാഷിതങ്ങൾ 27:2 വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇടുങ്ങിയ മനോഭാവം, ഗ്രൂപ്പിസം. ചിലർക്ക് അവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരുമായിട്ട് അവർക്ക് ചേർന്ന് പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കും. ഗ്രൂപ്പിസം. ഇങ്ങനെ ഒരു സംഭവം മർക്കോസ് 9:38 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. യോഹന്നാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരുത്തനെ തടഞ്ഞു, നിന്റെ നാമത്തിലാണ് അവൻ പ്രഘോഷിച്ചതും അത്ഭുതം പ്രവർത്തിച്ചതും, പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് തടഞ്ഞു. കർത്താവ് അതിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഈ സ്ഥാനമാന ഭ്രമം വളരാത്തതിൻ്റെ ഒരു സൂചനയാണ്. മർക്കോസ് 10:35 മുതൽ വായിക്കുമ്പോൾ സബദീപുത്രന്മാർ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്നതിനെ നമുക്ക് കാണാൻ പറ്റും. സ്ഥാനമാന ഭ്രമം. അവസാനത്തേതാണ് അസൂയ, തർക്കം. ഇതും വളരാത്തതിൻ്റെ ഒരു സൂചനയാണ്. യാക്കോബ് 1:13, 3-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അവസാനം നമ്മൾ ചിന്തിക്കുന്നത് വളർച്ചയുടെ ചില സൂചനകളുണ്ട്. ഒന്ന്, റോമ 8:35 മുതൽ വായിക്കുമ്പോൾ, ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാൻ പറ്റില്ല. പൗലോസ് പറഞ്ഞൊരു കാര്യം, അത് വളർന്നതിൻ്റെ ഒരു സൂചനയാണ്. മനുഷ്യരെക്കാൾ ദൈവത്തെ മാനിക്കുന്നത് വളർന്നതിൻ്റെ ഒരു സൂചനയാണ്. ഗലാത്യർ 1:10 വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തെ മാനിച്ചത് കൊണ്ടാണ് എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകാൻ പറ്റിയത്. സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത് വളർച്ചയുടെ ഒരു സൂചനയാണ്. അപ്പോസ്തല പ്രവർത്തനം 20:35 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് തീരുമാനമെടുത്ത് നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.